ഹലോ, ഇന്നത്തെ ഈ മിനി വ്ളോഗ് ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ വെച്ച് എടുത്തതാണ് കേട്ടോ. ഞാനും ആമിയും ഉമ്മിച്ചിയും വാപ്പിച്ചിയും കൂടെ കൂടി പറമ്പിലേക്കൊട്ടൊന്ന് ഇറങ്ങി കേട്ടോ. പറമ്പിലൂടെ നടക്കാൻ നല്ല രസമാണ്. പുറത്ത് ഭയങ്കര ചൂടാണെങ്കിലും പറമ്പിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നല്ലൊരു തണുപ്പും ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏലത്തിൻ്റെ അകത്തോടെ നടന്ന് പോവുകയാണ്. ഏലം കുറച്ച് ദിവസം മുന്നെയാണ് തെളിച്ചിട്ടുള്ളത്, കൊണ്ട് ഭയങ്കര പാടായിരുന്നു നടന്നു വരാൻ. അങ്ങനെ ഞങ്ങൾ പറമ്പിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് കരിയില. അത് പോരാത്തതിന് വാപ്പിച്ച് കൊക്കോടെ തളുപ്പെല്ലാം വെട്ടി താഴേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഞാനതെല്ലാം ഒരു കമ്പെടുത്ത് പയ്യെ വകഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടു. ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോൾ എല്ലാം അങ്ങോട്ട് കൂട്ടിയിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിക്ക് തടവായിട്ടൊക്കെ ഇടുകയോ ചെയ്യാം കേട്ടോ. ഇവിടെ വളരെ കുറച്ചാട്ടോ ഇങ്ങനെയൊക്കെ കത്തിക്കലുള്ളൂ. അല്ലാത്ത ഇലകളൊക്കെ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലോ കൊടിയുടെ ചോട്ടിലൊക്കെ കൂട്ടിയിട്ട് മഴക്കാലമാകുമ്പോഴത്തേക്ക് അത് വളമാക്കാറാണ് പതിവ്. ആമിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു സൈഡിലേക്ക് അവനെയും കൊണ്ട് വരുന്നത് കേട്ടോ. ഉമ്മിച്ചുണ്ടല്ലോ ആ ഒരു സമയത്ത് പറമ്പിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബബിൾസ് നാരങ്ങയുടെ ചോട്ടിൽ പോയി 3-4 ബബിൾസ് നാരങ്ങയൊക്കെ പെറുകിക്കൊണ്ട് വന്നു കേട്ടോ. ആമി ആ നേരം കൊണ്ട് എവിടുന്നോ പൊട്ടിക്കിടന്ന ഒരു കൊക്കോടെ തൊണ്ടും എടുത്തുകൊണ്ട് വന്നു. മരപ്പെട്ടി അണ്ണാനൊക്കെ തിന്നിട്ട് ബാക്കി ഇട്ടേക്കണ തൊണ്ടാണ് കേട്ടോ അത്. ഉമ്മിച്ചി കയ്യിൽ കത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കമ്പ് വെച്ച ബബിൾസ് നാരങ്ങയുടെ തൊണ്ട് കുത്തി പൊളിച്ചിങ്ങെടുക്കുക കേട്ടോ. പഴുത്തതാണോ വാടിച്ചാടിയതാണോ ഒന്നും അറിയത്തില്ല, എന്തായാലും കളറുള്ളതുകൊണ്ട് അങ്ങ് പൊളിച്ചെടുക്കുകയാണ്. ഇതാണ് കേട്ടോ അടയ്ക്ക. വീട്ടിൽ മുറുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതറിയാൻ സാധ്യതയുണ്ട്. ഈ അടയ്ക്ക ഉണ്ടാകുന്ന കവുങ്ങ് ഇവിടെ 1-2 ഉള്ളൂ. ഇങ്ങനെ ഇടയ്ക്ക് മുട്ടിനൊക്കെ 1-2 കിട്ടിയാലായിട്ടോ. ഇങ്ങനെ കിട്ടുന്നത് പെറുക്കി കൂട്ടി വെച്ച് എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നാരങ്ങ പൊളിച്ച് കഴിഞ്ഞു. തീരെ ചെറിയൊരു നാരങ്ങയാണ് കേട്ടോ. ഉള്ളു ശരിക്കൊന്നും ആയിട്ടില്ല, വാടി ചാടിയതാണെന്നാണ് തോന്നുന്നത്. ആമിക്ക് എന്തായാലും അതിനൊരു കഷ്ണം കൊടുത്തു. അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഇങ്ങനത്തെ കുറച്ച് പുളിയുള്ള സാധനങ്ങളോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. എനിക്ക് നേരെ തിരിച്ചു വേണം കേട്ടോ. പുളി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പുളിയായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ അവരത് ഭയങ്കര ആസ്വദിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്.